മരുഭൂയാത്ര ചുക്കട്ടിൽ പ്രതികൂലങ്ങൾ അനുനിമിഷം മേഘസ്തംഭം രാത്രിയാഗ്നിക്കോണായി. ഇതാണ് ആപ്പിൾ ചാമ്പ എന്ന് പറയുന്ന എന്താ പകൽമേ ചാമ്പങ്ങ. വേറെയും ഇതിലും നല്ല മധുരമുള്ള സാധനങ്ങളൊക്കെ വളരെയുണ്ട്. എന്നാലും സാധാരണ ചാമ്പയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐറ്റമാണിത്. പകൽമേഘസ്തംഭം രാത്രിയാഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽമേഘസ്തംഭം രാത്രിയാഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശുവെനിക്കു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രകൃതിയിലേക്ക് മടങ്ങുക നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, ജീവസന്ധാരണത്തിനൊക്കെ ഏറ്റവും പ്രധാനമുള്ളതാണ്. നമുക്ക് ഓഫ് ഗ്രിഡ്, അതായത് മറ്റുള്ള പൊതുവായ സർക്കാരിൻ്റെ കാര്യങ്ങളിൽ നിന്ന് സപ്ലൈയെ ആശ്രയിക്കാതെ ആദ്യകാലത്ത് മനുഷ്യൻ ജീവിച്ചതുപോലെ വെള്ളം, വെളിച്ചം, ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം പരമാവധി സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുക. വെള്ളവും വെളിച്ചവും ഇപ്പോൾ സോളാർ ലൈറ്റുകൾ, സോളാർ പാനലുകൾ പിടിപ്പിച്ചാൽ നമുക്ക് ഏത് കാട്ടുപ്രദേശത്തും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, കുറച്ച് ചിലവ് കൂടുതലുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ കഴിയുന്നത്ര പ്രകൃതിയിലേക്ക് മടങ്ങി സ്വയം പര്യാപ്തത നേടുവാനായിട്ടാണ്. അതിനേറ്റവും പ്രധാനം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും ശരീരത്തിൻ്റെ ആരോഗ്യവും. ഇപ്പം നമ്മുടെ നാച്ചുറലായ എൻവയോൺമെൻറ്റുമായിട്ട് അകന്ന് കെട്ടിട 4 ചുവരുകൾക്കുള്ളിൽ കിടക്കുന്ന ഏത് മനുഷ്യനും അവൻ സ്വയം മാനസിക സന്തോഷമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നല്ല ക്ലിയറായൊരു മനസ്സ്, കുറ്റബോധമില്ലാത്ത മനസ്സ്, നല്ല മനസ്സാക്ഷി ഏറ്റവും പ്രധാനമാണ്. കൂടാതെ ഈ നമ്മൾ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഈ പ്രകൃതി, ദൈവം സൃഷ്ടിച്ച പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക, ഈ പ്രകൃതിയിലെ ദൃശ്യങ്ങൾ ആസ്വദിക്കുക. നമ്മൾ താമസിക്കുന്ന ഇതുപോലെ ഒരു നല്ല എൻവയോൺമെൻറ്റിലായിരിക്കുക. നമ്മൾ കാണുന്നത് കെട്ടിടങ്ങളും വണ്ടിയും ഓട്ടവും ഒച്ചയും ബഹളവും പുകയും ആണെങ്കിൽ അത് നമ്മളെ സാരമായി ബാധിക്കും. ഈ കിളികളുടെ കരച്ചിൽ കേൾക്കുന്നത് തന്നെ നമ്മളെ തന്നെ ശാന്തനാക്കുവാൻ, ആരോഗ്യം പ്രാപിക്കുവാൻ വളരെ സഹായകരമാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയിൽ ദൈവസൃഷ്ടിയായി പ്രകൃതിയെ ആസ്വദിക്കുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഫിസിക്കലായി ആക്റ്റീവായിരിക്കുക. മനസ്സിൻ്റെ സമാധാനം സൂക്ഷിക്കുക. പിന്നെ പരമാവധി കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുക. വിത്തുകൾ കുത്തുക, മണ്ണിൽ വിത്തുക. മണ്ണ്, ഭൂമി. ഇപ്പോൾ ആരാ പണിയാൻ ആർക്കാ നേരമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന മനുഷ്യൻ
അവൻ തൻ്റെ തന്നെ ശവക്കുഴി തോണ്ടുകയാണെന്ന് പറയാം. ഇപ്പോൾ പണിയാൻ ആർക്കും നേരെയില്ല. പക്ഷേ ഡോക്ടർമാരെ സ്ഥിരമായി പോയി കാണാനും മരുന്ന് മേടിച്ച് കഴിക്കാനും നേരമുണ്ട്. ബുക്കിംഗ് എടുത്ത് സ്ഥിരമായിട്ട് ആശുപത്രി തോറും കയറി ഇറങ്ങാൻ നേരമുണ്ട്. ഈവൻ ഒരാൾ രോഗിയാണെങ്കിൽ പോലും അയാൾ 4 ചുവരുകൾക്കകത്ത് കിടക്കുന്നതും ആശുപത്രിക്കകത്ത് കിടക്കുന്നതും അയാൾ പ്രകൃതിയിലേക്ക് മടങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ മാനസിക